ആക്ട്രസിൻ്റെയും സിനിമയിൽ വന്നതിന് ശേഷമുള്ള ട്രാൻസ്ഫർമേഷൻ നോക്കുമ്പോൾ അവർ കുറച്ചും കൂടി ഗ്രൂംഡ് ആയിട്ടും കുറച്ചും കൂടി പബ്ലിക് അപ്പിയറൻസിൽ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടും ഒക്കെയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതാണ് അവരുടെ ട്രാൻസ്ഫർമേഷൻ കൂടുതലായിട്ടും നടന്നിട്ടുള്ളത്. പക്ഷേ സായ് പല്ലവിയുടെ കാര്യത്തിൽ മാത്രം സായ് പല്ലവി കൂടുതൽ റൂട്ടഡ് ആവുകയാണ്. അതായത് എന്തായിരുന്നു അവരുടെ ഐഡന്റിറ്റി അതിലേക്ക് കുറച്ചും കൂടെ പ്യുവറായിട്ട് ഇറങ്ങിച്ചെന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായിരിക്കും ആ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ പിന്നിലുള്ളത്? അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു വീണ സിനച്ചൽ. ഞാൻ വീണ. പ്രൊഫഷണലൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സായ് പല്ലവി ജനിച്ചിട്ടുള്ളത് സ്ട്രോങ് മിഡിൽ ക്ലാസ് ഫാമിലിയായ ഒരു തമിഴ് ബെഡഗ ഫാമിലിയിലാണ്. അതുപോലെ നമുക്കൊക്കെ അറിയാം സായ് പല്ലവി മെഡിസിൻ പഠിച്ചിട്ടുള്ള ഒരാളാണ്. സോ ആൾക്ക് സിനിമയ്ക്കപ്പുറത്ത് ഒരു പ്രൊഫഷനും ഒരു ഐഡന്റിറ്റിയും ഒക്കെ തന്നെയുണ്ട്. ഈ ഫാമിലിയുടെ വാല്യൂസും അതുപോലെ തന്നെ ഈ സിനിമയിലേക്ക് വരാനുള്ള ഒരു ഭയങ്കര പെർഫോം ചെയ്ത് സ്വന്തം വേർത്ത് തെളിയിക്കേണ്ട ആവശ്യമോ ആൾക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നില്ല. ആളുടെ വേർത്ത് സിനിമയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ സിനിമയുടെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതോ ആയിരുന്നില്ല ഏറ്റവും ആദ്യം തന്നെ. അത് ഭയങ്കര ഡെസ്പറേറ്റ് ആയിരുന്നില്ല എന്ന് തന്നെ അർത്ഥം. സായ് പല്ലവി എന്തുകൊണ്ട് ഫാഷനിലേക്ക് അത്രയും ഇൻവോൾവ് അല്ല എന്ന് ചോദിച്ചാൽ, ഫാഷനിൽ ഈ അപ്പിയറൻസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ആളുടെ കംഫർട്ട്നെസ്സിനാണ്. കുറച്ചും കൂടി ഒരു ഒതൻറ്റിസിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആളെപ്പോഴും ഡ്രസ്സപ്പ് ചെയ്യാറുള്ളത്. അതായത് ഒതൻറ്റിക് ആയിരിക്കണം, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിലേക്കായിരിക്കണം അറ്റൻഷൻ ഉണ്ടാവേണ്ടത്, കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായി പറയാൻ നമുക്ക് പറ്റണം, ഗ്രൗണ്ടഡ് ആയിരിക്കണം. ഇത്തരം വാല്യൂസിൽ പിടിച്ചുകൊണ്ടാണ് ആള് ജീവിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പിയറൻസിനല്ല കൂടുതൽ സമയത്തും അവിടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് അല്ല ആള് എപ്പോഴും ആളുടെ കാര്യം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായിട്ട് ഞാൻ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് എപ്പോഴും ആൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഫാഷൻ ആള് ഇത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് പറയുകയാണെങ്കിൽ ആൾ കൂടുതലായിട്ടും അപ്പിയർ ചെയ്യുന്നത് സാരീസിലും അതുപോലെ തന്നെ നോർമലി നമ്മൾ എലഗൻസ് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള സൽവാസും അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ സായ് പല്ലവിയുടെ വേറൊരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര മിനിമൽ മേക്കപ്പ് ആണ് എപ്പോഴും ആള് ചെയ്യാറുള്ളത്. മേക്കപ്പ് ചെയ്യാറേ ഇല്ല എന്ന് ഞാൻ പറയില്ല, മേക്കപ്പ് ചെയ്യാറുണ്ട്. ചില സമയത്തൊക്കെ ബ്ലഷ് മാത്രമായിട്ടും, ചില സമയത്ത് സ്ട്രോക്ക് ക്രീംസ് മാത്രമായിട്ടും, ചില സമയത്തൊക്കെ ഫൗണ്ടേഷൻ ലൈറ്റായിട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ആളുടെ ഒരു ഹെയറിൽ ഒരുപാട് സ്റ്റൈലിംഗ് ചെയ്യാറില്ല. ഹെയറിൽ ഒരുപാട് സ്റ്റൈലിംഗ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫേസ് ഫ്രെയിം ചെയ്യുന്ന എലമെന്റ് ഹെയർ ആയതുകൊണ്ട് തന്നെ ഹെയറും ഐബ്രോസും ചെറുതായി ഗ്രൂംഡ് ആക്കി മാത്രം വെച്ച് നാച്ചുറലി സ്റ്റൈൽ ചെയ്തത് കൊണ്ട് ആണ് കൂടുതൽ സമയത്തും അത്ര ഫാഷനബിൾ അല്ല, പക്ഷെ റൂട്ടഡ് ആണ്, എലഗന്റ് ആണ്, ഒതന്റിക് ആണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ഇനി ആളുടെ സ്കിന്നിന്റെയും ഒരു ഫിസിക്കൽ അപ്പിയറൻസിന്റെയും മൊത്തത്തിലുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ആളുടെ സ്കിന്ന് ടെക്സ്ചേർഡ് ആണ്. സ്കിന്നിൽ ഒരുപാട് ആക്നെയും ഉള്ളപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് കവറപ്പ് ചെയ്യാതെയാണ് ആള് സ്ക്രീനിൽ വരാറുള്ളത്. ആൻഡ് നമുക്ക് നോർമലി അറിയാം സ്കിന്നിന് ഇത്രയും പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് കൂടുതലും ഫിസിക്കലിയും അവരുടെ ഒരു എനർജി ഒക്കെ ഭയങ്കര വീക്കായിരിക്കും. പക്ഷേ സായ് പല്ലവിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ആളൊരു ട്രെയിൻഡ് ഡാൻസറാണ്, ഭയങ്കര എനർജറ്റിക് ആണ്. ഈവൻ നമുക്ക് പെർഫോമൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ എനർജി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊക്കെ ആ എനർജിയോടാണ് ഒരു അട്രാക്ഷൻ തോന്നുക. അപ്പം ആളുടെ ആ ഒരു റോനെസ് അങ്ങനെ തന്നെ നമ്മൾ എടുക്കാൻ തുടങ്ങും. ആൻഡ് അങ്ങനെ അതായത് ഒരുപാട് ഓവറായിട്ട് മേക്കപ്പ് ഇല്ലാതെ തന്നെ മീഡിയയ്ക്ക് മുമ്പിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി കണക്റ്റഡ് ആവുകയും കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയി നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം സ്കിന്നിൻ്റെയും ഫിസിക്കൽ അപ്പിയറൻസിൻ്റെയും എനർജി തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. എന്നാലും ആ ഒരു കാര്യം ആളുടെ ഒരു യുണീക്നെസ് ആയിട്ട് എപ്പോഴും കാണാറുണ്ട്. ഇനി സിനിമയ്ക്ക് മുമ്പും സിനിമയ്ക്ക് ശേഷവുമുള്ള ആളുടെ ഒരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആള് മുമ്പ് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള, അധികം പബ്ലിക്കലി അപ്പിയർ ചെയ്യേണ്ടി വരാത്ത അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൾ തന്നെയായിരുന്നു അപ്പോഴും. പക്ഷെ സിനിമയിലേക്ക് വന്നതിന് ശേഷം ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിൽ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്. ഭയങ്കര സെലക്റ്റീവായി മൂവീസ് ചെയ്യാൻ തുടങ്ങും, സെലക്റ്റീവായി ആഡ്സ് ചൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സെലക്റ്റീവ് ആവാൻ തുടങ്ങി. സെലക്റ്റീവ് ആവുന്നത് ആളുടെ വോയിസിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. എന്നെക്കൊണ്ട് ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ് എന്നുള്ള ഒരു സെൽഫ് വർത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ്. ഈ ട്രാൻസ്ഫർമേഷനിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഇന്നർ സ്ട്രെങ്ത് ആദ്യമേ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തായിരുന്നോ ആളുടെ ഒരു പ്രോപ്പർ സ്റ്റൈല് അതിൻ്റെ ഒരു പോളിഷ്ഡ് വേർഷനിലേക്ക് മാത്രമേ മൊത്തത്തിലുള്ള ഗ്രൂമിങ് ആണെങ്കിലും സ്റ്റൈലിംഗ് ആണെങ്കിലും ഒക്കെ മാറിയിട്ടുള്ളൂ. സോ നമുക്ക് ആദ്യം മുതൽ സെയിം ആളെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നും. വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഓരോ വർഷം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ ഫിലിംസ് കഴിയും തോറും
ആൾ കുറച്ചും കൂടി എലഗന്റ് ആവുന്നത് പോലെ, കുറച്ചും കൂടി ഒത്തന്റിക് ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. മെന്റലി അല്ലെങ്കിൽ ഐഡന്റിറ്റി ട്രാൻസ്ഫർമേഷൻ നോക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടി ഒത്തന്റിക് ആവുകയാണ് ആൾ ചെയ്തിട്ടുള്ളത്. ആള് ഫെയർനെസ് ക്രീംസിന്റെ പരസ്യങ്ങളൊക്കെ തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേയധികം അതായത് അപ്പിയറൻസ് വൈസിന് കുറേയധികം മുൻതൂക്കം നൽകുന്ന സിനിമകളാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാറുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തൻ്റെ ഒപ്പീനിയന് കുറച്ചും കൂടെ വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചാണ്, ആ ക്ലാരിറ്റിയോട് കൂടിയാണ് പെർഫോം ചെയ്യാറുള്ളത്. അത് ആളുടെ പെർഫോമൻസിലും കാണാറുണ്ട്. ആളുടെ ഒരു സ്റ്റൈലിംഗ് ഫിലോസഫിയിലേക്ക് വരികയാണെങ്കിൽ, സ്റ്റൈലിംഗ് ഫിലോസഫിയിൽ ഒരിക്കലും അതായത് ഫാഷനെ വേണ്ട എന്നുള്ളതല്ല ആളുടെ അതിൻ്റെ ഒരു പ്രിൻസിപ്പൽ ഫിലോസഫി എന്ന് പറയുന്നത്. ഒരു നോൺ പെർഫോമേറ്റീവ് സ്റ്റൈലിംഗ്, അതാണ് ആളുടെ ഒരു ഫിലോസഫി ആയിട്ട്, അല്ലെങ്കിൽ സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ ആൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് ചെയ്യുന്നതല്ല, ഞാൻ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഞാനിവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സപ്പ് ചെയ്യുന്നതാണ്. അതിൽ എനിക്ക് എങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യണോ, എൻ്റെ റൂട്ട് അനുസരിച്ച് ഡ്രസ്സപ്പ് ചെയ്യണോ, എൻ്റെ കംഫർട്ട് അനുസരിച്ച് ഡ്രസ്സപ്പ് ചെയ്യണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ആ തീരുമാനത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അത് മറ്റുള്ളവരാണെങ്കിലും അങ്ങനെ തന്നെ എടുത്തോളും. അങ്ങനെ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് നമുക്ക് എപ്പോഴും സായി പല്ലവിനെ കാണാൻ പറ്റാറുള്ളത്. സോ ഞാൻ പറഞ്ഞത് സായി പല്ലവി ഫാഷനബിൾ അല്ല എന്നല്ല. സായി പല്ലവിയുടെ ഓൺ ഫാഷനുണ്ട്, ഓൺ പേഴ്സണൽ സ്റ്റൈലുണ്ട്. ആ പേഴ്സണൽ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കാറുമുണ്ട്. കുറേയെങ്കിലും പേരൊക്കെ റീലിലൊക്കെ സായി പല്ലവിനെ പോലെ ആയിട്ട് അല്ലെങ്കിൽ അതേപോലെ ലുക്കൊക്കെ ചെയ്തിട്ട് പെർഫോം ചെയ്യാറുണ്ട്. അതിൻ്റെ അർത്ഥം അവരുടെ സ്റ്റൈൽ എന്താണോ ആ സ്റ്റൈൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അവർക്ക് സ്റ്റൈൽ ഇല്ലാതെ ഇല്ല. പറഞ്ഞു വന്നത്, സായി പല്ലവിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒരാള് അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലുക്കോ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തോ അല്ലെങ്കിൽ നമ്മളുടെ ഓവറോൾ അപ്പിയറൻസോ നമ്മളുടെ ആറ്റിറ്റ്യൂഡോ ചേഞ്ച് ചെയ്യരുത് എന്നുള്ളതാണ്. അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ച ചെയ്യരുത് എന്നുള്ളതാണ്. അതൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കാം. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ ക്ലാരിറ്റീനെ ആയിരിക്കും എല്ലാവരും റെസ്പെക്ട് ചെയ്യുക. അത് ആണ് സായി പല്ലവിയുടെ മൊത്തത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ലവ് യു.